ഒരു ആശംസ ഇട്ട ഒരുപാടുണ്ട്, ആശംസ ഇടാത്തവരുണ്ട്. ഞാനതൊന്നും നോക്കിയിട്ടില്ല. വാട്സാപ്പിൽ തന്നെ ആയിരക്കണക്കിന് മെസ്സേജ് വന്നിട്ടുണ്ട്. ആശയം ഇട്ടിട്ടില്ല ആശംസ. ഞാൻ ആശയ്ക്കും ആശംസ ഇട്ടിട്ടില്ല. ആ, ജനങ്ങൾ എന്ത് പുരസ്കാരം തന്നാലും വാങ്ങും. ജനങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾ അവരുടെ മനസ്സിൽ ഞങ്ങൾക്ക് നൽകുന്ന സ്ഥാനമാണ്. 5 വർഷം കഴിയുമ്പോൾ ഈ ഞങ്ങളുടെ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മിനിമം ഒരു 75 സീറ്റിൽ ഞങ്ങൾ ജയിക്കണം. അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പുരസ്കാരം. അതായത് 2 വർഷമുണ്ട് ബാലകൃഷ്ണൻജി. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പണം, പദ്ധതികൾ മാത്രം ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു കോർപ്പറേഷൻ മുമ്പോട്ട് സാധിക്കില്ല. ആദ്യം അത് സംസാരിക്കുന്ന സമയത്തും പ്രസംഗത്തിലൊക്കെ പറയുമെങ്കിലും, കേന്ദ്രം BJP ഭരിക്കുന്നതുകൊണ്ട് പറയുമെങ്കിലും, പ്രഥമ പരിഗണന നമുക്കിവിടെ എങ്ങനെ പണം സംരക്ഷിക്കാം, പണം ഉണ്ടാക്കാം. കോർപ്പറേഷന് തന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗ്ഗമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊക്കെ എന്നെപ്പോലെയോ എന്നെക്കാലോ അറിയാമല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കെട്ടിടങ്ങളുണ്ട്? 100 കണക്കിന് കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്ര രൂപ മാസ വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്? ചില കെട്ടിടങ്ങൾ കൊടുത്തിരുന്നത് 250 രൂപയാണ് ഒരു മാസം വാടക. 40-45 വർഷം ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഗിരികുമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ. ഞങ്ങൾക്കറിയാം എൻ്റെ കണക്ക്. 40-45 വർഷം മുമ്പ് ലേലം ചെയ്ത് കൊടുത്ത എമൗണ്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല. എന്നാൽ അതേ വലിപ്പമുള്ള തൊട്ടടുത്തുള്ള കെട്ടിടത്തിന് 3000 രൂപയുണ്ട് പെർ ഡേ. ഇവിടെ കിട്ടുന്നത് 250-500 രൂപയാണ്. 45 വർഷം മുമ്പ് ആർക്കോ കൊടുത്തതാണ്. അവരുടെ തലമുറ കൈമാറിയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാൽ തന്നെ നമുക്ക് നല്ല വരുമാനം സംഘടിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഹൈക്കോടതിയിലും കീഴ്ക്കോടതികളിലും കെട്ടിക്കിടക്കുന്ന കേസുകൾ സ്റ്റാൻഡിംഗ് കൗൺസിലുകൾ കൃത്യമായി ഹാജരായിക്കൊണ്ട് കൃത്യമായിട്ട് കേസുകൾ നടത്തി കഴിഞ്ഞാൽ ആ കേസുകളുടെ വിധി വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കോർപ്പറേഷന് കിട്ടും. അങ്ങനെ പിന്നെ നമ്മുടെ വരുമാന ചോർച്ച, നമ്മുടെ നികുതി ചോർച്ച, ഇത് തടഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻകം മെച്ചപ്പെടും. അതിലൂടെ നമുക്കൊരു പരിധിവരെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റുകൾ ഞങ്ങൾ ആവശ്യപ്പെടും. അവിടെയാണ് താങ്കൾ ചോദിച്ചതിൻ്റെ ഇതിന് സ്വാഭാവികം. നമുക്കറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ്, സംസ്ഥാന സർക്കാരിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് പണം തരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്തിനാ സംസ്ഥാന സർക്കാർ അതൊക്കെ തടയുമെന്നുള്ള ആശങ്ക? ഞങ്ങൾക്ക് ആശങ്കയില്ലല്ലോ. സംസ്ഥാന സർക്കാർ അതിനൊരു സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ലേ. സംസ്ഥാന സർക്കാർ അതിന് ഒരു തടസ്സവും ഉണ്ടാക്കുമെന്നുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്ക്